ഹായ് വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക് എൻട്രി ചാൻസ് കിട്ടാനുള്ള പേഴ്സിലെ സോൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ആണ്. സോ ഗോൾഡിൽ നമുക്കിപ്പോൾ ഇനി ഒരു എൻട്രി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ ബുക്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി നോക്കാം. കാരണം ഓവറോൾ ഭയങ്കര ബെയറിഷ് ആണ് ഗോൾഡ് എന്നുള്ളത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ബെയറിഷ് ആവും തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നത്. സോ മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. അതുപോലെ തന്നെ ബൈ എൻട്രി നോക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും, കാരണം ഓവറോൾ ട്രെൻഡ് ഭയങ്കര ബെയറിഷ് ആണ് ഗോൾഡ് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് USD CAD ആണ്. USD CAD ഭയങ്കര ബുള്ളിഷ് ആണ്. ഗോൾഡ് നല്ല ബെയറിഷ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് USD CAD ഉള്ളത്. സോ USD CAD നമുക്കൊരു സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഡിമാൻഡ് സോണാണ്. പ്രൈസ് ഈ ഒരു ഡിമാൻഡ് സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് EUR/USD ആണ്. EUR/USD നമുക്ക് ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോൺ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെല്ല് നോക്കാം അവിടുന്ന്. സോ ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ EUR/USD ഭയങ്കര ബെയറിഷ് ആണ്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ GBP/AUD ആണ് നോക്കാൻ പോകുന്നത്. GBP/AUDയിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഈ ഒരു സോണിൻ്റെ മേലായിട്ട് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈ എന്ന് നോക്കാം. ഇൻ കേസ് ഈ ഒരു സോണിക്ക് എത്താതെ ഈ ഒരു സപ്ലൈ സോണിക്കാണ് എത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ലൊരു സെല്ല് നോക്കാം. ആ സോണിൻ്റെ താഴെയായിട്ടും നല്ല രീതിയിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് EUR/CAD ആണ്. EUR/CADൽ നമുക്ക് ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബൈ നോക്കാം. EUR/CAD ഇപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാറ്റ് കിട്ടിയിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ നമുക്ക് നോക്കാം. ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP/NST ആണ്. GBP/NSTയിൽ ഈ ഒരു സോണ് കറൻ്റ്ലി ഈ ഒരു സോണിൽ പ്രൈസ് എത്തിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ നോക്കാം. മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് CAD CHF ആണ്. CAD CHFൽ ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെല്ല് നോക്കാം. ഒരു ചേഞ്ച് ഓഫ് ക്യാറ്റ് കിട്ടിയിട്ട് CAD CHF ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ആ ഒരു സോണിൻ്റെ താഴെ ചെറിയൊരു ലിക്വിഡിറ്റിയും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് EUR/CHFലെ ഈ ഒരു സോണാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സോണിക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ എത്തുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെല്ല് നോക്കാം. ഈ ഒരു ഏരിയത്തിൽ ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാറ്റ് കിട്ടിയതും ഈ ഒരു സോൺ കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു ഹൈലി പൊട്ടൻഷ്യൽ സോണാണ്. സോ ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് EUR/NSDയിലാണ്. സോ EUR/NSDയിൽ നിങ്ങൾക്ക് ഈ ഒരു സോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെല്ലർ നോക്കാം. കാരണം EUR/NSD ഇനിയും ബെയറിഷ് ആവുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. നെക്സ്റ്റ് NST CAD ആണ്. NST CADൽ ഈ ഒരു സോണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സോണിൽ പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി എത്തിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാറ്റൊക്കെ ലോ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 1 hour 30 minute നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ല് നോക്കാവുന്നതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. അടുത്തത് AUD/NST ആണ്. AUD/NSTയിൽ ഈ ഒരു സോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഏരിയയിലായിട്ട് ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. സോ ഈ ഒരു സോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടുന്ന് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ നോക്കാം. സോ ഇത്രയും ബയേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും ചെയ്ത് പൊസിഷൻ സൈസ് ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാം ഒരു പ്രോബബിലിറ്റിയാണ്. സോ കൂടുതൽ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.